കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ നാം റോഡിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ റോഡിലെല്ലാം പെയിന്റ് ഉപയോഗിച്ചിട്ട് ഒരു രക്തക്കറയുടെ അടയാളം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. കോഴിക്കോട്ടെ ട്രാഫിക് പോലീസ് അവിടെ റോഡിൽ അപകടം നടന്ന് മരണം സംഭവിച്ച സ്ഥലങ്ങളിൽ പെയിന്റ് കൊണ്ട് രക്തക്കറയുടെ അടയാളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു ട്രാഫിക് അവയർനെസിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ആ അപകടം എത്തുന്ന സ്ഥലത്ത് ഒരു വണ്ടി ഓടിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ അടയാളം കാണുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു അപകടം നടന്നിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ട്, ഇത് ഒരു അപകടം നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്, ഇവിടെ ഞാൻ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എന്നുള്ളൊരു മെസ്സേജ് അയാളുടെ മനസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറുക എന്നുള്ളതാണ് ഈ ഒരു പരസ്യ ക്യാമ്പയിന്റെ ഉദ്ദേശം. ഈ ഒരു ക്യാമ്പയിൻ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് ഇതിനകത്ത് കുറച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഈ പരസ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ട്രാഫിക് പോലീസ് ഒരു സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. സൂക്ഷ്മത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ഒറിജിനൽ ആക്ട് അവിടെ അപകടം നടക്കുന്നു എന്ന് പറയുന്ന ഒറിജിനൽ പ്രോബ്ലവുമായി കണക്ട് ചെയ്തിട്ട് ആ ലൊക്കേഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇതിനകത്തേക്ക് ഇൻസിഡന്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പലപ്പോഴും നമ്മുടെ ബിസിനസ്സുകൾ പരസ്യം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സൂക്ഷ്മത സംഭവിക്കാറില്ല. ഈ ബിസിനസ്സുമായി പലപ്പോഴും ഒരു ബന്ധവുമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഈ ടെക്സ്റ്റൈൽസുകളുടെയും അതേപോലെ ജ്വല്ലറികളുടെയൊക്കെ പരസ്യ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിനായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്ന പല കാര്യങ്ങളുമാണ് അതിന്റെ പരസ്യവാചകമായിട്ടൊക്കെ വരാറുള്ളത്. ഇത് ഇവരുടെ ഒറിജിനൽ ബിസിനസ് സ്ട്രാറ്റജിയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടാകാറില്ല സാധാരണഗതിയിൽ. പരസ്യവാചകങ്ങളുടെ ഈ ആശയ പൊരുത്തമില്ലായ്മ പോലീസിന്റെ നമ്മൾ നേരത്തെ റെഫർ ചെയ്ത പരസ്യത്തില് ആ ഒരു പരസ്യത്തിൽ അങ്ങനെയില്ല. ആ പരസ്യം കാണുന്ന ഒരാൾക്ക് വളരെ പവർഫുൾ ആയിട്ട് എന്താണോ ആ പരസ്യം കൊണ്ട് ഉദ്ദേശിച്ചത് അത് കൺവിൻസ് ആവുന്നുണ്ട്. ആ അപകടം നടക്കുന്ന സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എന്നുള്ളത് ഒരു ബോർഡ് വെക്കുന്നതിനേക്കാളും എത്രയോ പവർഫുൾ ആയിട്ട് അയാൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആ ഒരു ട്രാഫിക് പോലീസിന്റെ ആ ഒരു അഡ്വർടൈസ്മെന്റിനുണ്ട്. പരസ്യങ്ങൾ എപ്പോഴും സ്ഥാപനത്തിന്റെ ലോങ് ടേം സ്ട്രാറ്റജിയുമായി കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ ഈ പരസ്യം ആരെ ഉദ്ദേശിച്ചാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിലാണ് ആ ഒരു പരസ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് വീഡിയോ ആണെങ്കിലും സാധാരണ ആർട്ട് വർക്ക് ആണെങ്കിലും മറ്റെന്ത് ഫോർമാറ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും അനുകരണം പരസ്യത്തിനകത്ത് വരാതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരു എന്റർപ്രണർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല ഒരു അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കി കമ്പനിയെ വിജയത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു.